ചേച്ചി എന്തോ മുതിര ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. இன்னைக்கு என்ன பொரியல் பண்ணிட்டு? இது முதிரை பொரியலா? ஆமாம். இது அப்போ இது என்ன பொரியல்? இது பாவக்காய் பொரியல், பாவக்காய் பயிறு பொரியல். ஆமாம் ஆமாம். ஐயோ, முதிரை பொரியல் இன்னைக்கு வேண்டப்பா. இது சாப்பிட்டாலே வயிறு ரொம்ப அசிடிட்டி வந்துடுவேன். அப்போ ரொம்ப வயிறு ரொம்ப பிரச்சனை ஆயிடுவேன். இது வேண்டப்பா. ഞാൻ ഇതേ സാപ്പിട്ടുക്കും. இந்த பாவக்காய் பொரியலே சாப்பிட்டுக்கும். എന്നാ ഇത് இந்த മുതിര പൊരിയിൽ കളയക്കൂടാതെ നല്ല സാപ്പിടണം. നല്ല വൈറ്റമിൻ കിടക്കും. இந்த മുതിരപ്പൊരിയിൽ നല്ല വൈറ്റമിൻ കിടക്കും. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇല്ലേ ഈ മുതിരപ്പേരി, ചക്കക്കുരു, ചക്ക ഇതൊക്കെയാണ് പണ്ടൊക്കെ കഴിച്ചിരുന്നത്. അത് കാരണമാണ് അവർക്കൊക്കെ നല്ല ആരോഗ്യം. നമ്മുടെ പേരൻസിനൊക്കെ ഇന്ന് നല്ല ആരോഗ്യമല്ലേ. അവരൊക്കെ കണ്ടില്ല ഇപ്പോഴും 80-90 വയസ്സായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന, തെങ്ങ് കയറുന്നു. പക്ഷെ ഇന്നത്തെയോ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ചെറുപ്പത്തിലേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. നമുക്കൊക്കെ അതിൻ്റെ പകുതി ആരോഗ്യമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഫാസ്റ്റ് ഫുഡ് മാത്രം മതി അവർക്ക്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ് മാത്രം മതി. ഈ ചക്കയും ചക്കക്കുരും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഭക്ഷണമേ കഴിക്കൂല. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു പണ്ടത്തെ നല്ലൊരു കവിത ഓർമ്മ വരുന്നു. ഞാൻ പാടിത്തരട്ടെ? നല്ലൊരു കവിത, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഒറ്റമുറിയുള്ള വീട്ടിൽ 5-10 പേർ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇന്നോ 5-10 മുറിയുള്ള വീട്ടിൽ 1-2 പേർ മാത്രം താമസിക്കുന്നു. അന്ന് 1000 പേര് സഹായിച്ചവനെ ഒരാൾ മാത്രം അറിഞ്ഞിരുന്നു. ഇന്നോ ഒരാളെ സഹായിച്ചവനെ 1000 പേർ അറിയുന്നു. അന്ന് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്നു. ഇന്നോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നാം ജീവിക്കുന്നു. അന്ന് ഒരു ചാൻ വയർ നിറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററോളം ജോലി ചെയ്ത് നടന്നിരുന്നു എന്നും. ഇന്നോ ഒരു ചാൻ വയർ കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററോളം വെറുതെ നടക്കുന്നു. അന്ന് വീട്ടിനുള്ളിൽ ഭക്ഷണം കഴിച്ച് പുറത്ത് കക്കൂസിൽ പോകുന്നു എന്നും. ഇന്നോ പുറത്ത് ഭക്ഷണം കഴിച്ച് വീട്ടിനുള്ളിൽ കക്കൂസിൽ പോകുന്നു. അന്ന് ടീച്ചർമാരുടെ തല്ല് മേടിക്കാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിച്ചിരുന്നു. ഇന്നോ കുട്ടികളുടെ തല്ല് മേടിക്കാതിരിക്കാൻ ടീച്ചർമാർ പ്രാർത്ഥിക്കുന്നു.